എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ഈ പെണ്ണാണെങ്കിൽ ദോക്കിയുടെ ബാഗിൽ എന്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ദോക്കിയെ വിശ്വസിക്കാൻ പറ്റാണ്ട് നോക്കുവാണ്. തന്റെ പ്ലാൻ വർക്കൗട്ട് ആയതിന്റെ സന്തോഷത്തിലാണ് പാക് സിംഗ് ഉള്ളത്. ഈ സമയം ഓഫീസിലാണെങ്കിൽ പ്രിൻസിപ്പൾ തന്റെ ഭാര്യയോട് ചൊല്ലിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ അയാൾക്ക് പെട്ടെന്ന് ഏതൊരു കോള് വരുന്നുണ്ട്. അത് കേട്ട് ഇയാള് നിങ്ങൾ എന്താ പറഞ്ഞ് ആ ടീച്ചറുടെ പേരെന്താണെന്ന് ചോദിച്ച് ഷോക്കായി നിൽക്കുന്നതും കാണാം. ഇപ്പൊ സംഭവ സ്ഥലത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണെങ്കിൽ ആ പെണ്ണിനോട് നീ എന്തിനെ കുറിച്ചാ പറയുന്നേ, എന്ത് തരത്തിലുള്ള ഫോട്ടോസ് ആണ് ഇയാളുടെ ബാഗിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിൻസിപ്പളിന്റെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. ദോക്കിയോട് ക്ലാസ് 2-3 വരാൻ പറഞ്ഞു. മറ്റേ ടീച്ചർ ആണെങ്കിൽ ദോക്കിയോട് ഭയങ്കര കലിപ്പിലുമാണ്. ഇനി അവൻ എവിടെയും പോയി പഠിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പാക് സിംഗും കൂട്ടരെ നിൽക്കുമ്പോൾ അവനെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ടാണ് ദോക്കി പോകുന്നത്. എന്തോ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്ന ഇവനെ കാണുന്നതും പ്രിൻസിപ്പൾ ആണെങ്കിൽ നിങ്ങൾ ഈ ക്ലാസിന്റെ സാറല്ലേ, എന്നിട്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ നടക്കാൻ നിങ്ങൾ അനുവദിക്കാൻ പാടുണ്ടോ, അല്ലാതിരിക്കട്ടെ ആ പാക് സിംഗിന്റെ ഡെസ്ക് ഏതാ. ദോക്കി ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് പോയി അവന്റെ ബാഗ് പരിശോധിക്കും. ഇപ്പൊ ദോക്കിയുടെ ബാഗിലുണ്ടെന്ന് ആ പെണ്ണ് പറഞ്ഞ ഇവളുടെ ഫോട്ടോസും കൂടാതെ കുറച്ച് മോശം മാഗസിൻസും കൂടെ പാക് സിംഗിന്റെ ബാഗിൽ നിന്ന് കണ്ടുകിട്ടു. ഈ ഫോട്ടോസിൽ നീ സാറിന്റെ ബാഗിലുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഇതിപ്പോ എങ്ങനെ ഇവന്റെ ബാഗിൽ വന്നു, ശരിക്കും എന്താ ലൈബ്രറിയിൽ വെച്ച് നടന്നേ, കുഴപ്പമില്ല നീ പറഞ്ഞോന്നൊക്കെ ആ ടീച്ചർ എങ്ങനെ ഈ പെണ്ണിനോട് തലങ്ങും വിലങ്ങും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവക്കാണെങ്കിൽ ഉത്തരം മുട്ടിപ്പോവും. പെട്ടെന്ന് എന്റെ ഷർട്ടിന്റെ ഉള്ളിൽ ഒരു വണ്ട് കയറിപ്പോയി, അതിനെ ഞാൻ കരഞ്ഞ് നിലവിളിച്ചെന്ന് പറഞ്ഞ് ഇവളെ സ്വയം രക്ഷപ്പെടുവാണ്. ഇപ്പോ പെട്ടെന്ന് ഇവിടെ എന്ത് മതമായ സംഭവിച്ചതെന്ന് നമുക്ക് കാണണ്ടേ. ദോക്കിയെ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഇവന്റെ ബാഗിൽ ഈ മാഗസിൻസും ഫോട്ടോസും എല്ലാം വയ്ക്കുന്നത് അവിടെ വെച്ചിരുന്ന ഒരു ക്യാമറ വഴി ഗോയൻ കണ്ടിട്ടുണ്ടായിരുന്നു. പേടിക്കേണ്ട, ബാഗിൽ നിന്ന് ഫോട്ടോസ് ഞങ്ങളുടെ അടുത്ത് മാറ്റിക്കോളാന്ന് പാക്ജിനും ചോയും പറയുമ്പോൾ വേണ്ടത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാന്നും പറഞ്ഞ് അവിടുത്തെ ഒരു സ്റ്റുഡന്റിന്റെ വേഷത്തിൽ അങ്ങോട്ടേക്ക് വരുവാണ് ഗോയൻ. ഇവളൊരു കൂസലില്ലാണ്ട് വന്ന് ദോക്കിയുടെ ബാഗിൽ ഇവർ വെച്ചത് നേരെ പാക് സിംഗിന്റെ ബാഗിൽ കൊണ്ടുപോയി വെക്കും. ശേഷം പ്രിൻസിപ്പളിനെ കോൾ ചെയ്ത് ക്ലാസ് 2-3 പഠിക്കുന്ന പാക് സിംഗിന്റെ ബാഗിൽ എന്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് എന്നൊക്കെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറയും. ഇതറിയുന്ന പ്രിൻസിപ്പൾ എല്ലാവരും പെട്ടെന്ന് ക്ലാസ്സിലോട്ട് വിളിച്ചില്ലേ. ഈ സമയം ഗോയൻ ആ പെണ്ണിന്റെ അടുത്ത് ചെന്ന് ഇവളും പാക് സിംഗും കൂടെ സംസാരിക്കുന്ന ഫോട്ടോസ് കാണിച്ചു കൊടുത്ത് പേടിക്കണ്ട, ഇപ്രാവശ്യം ഞാൻ വെറുതെ വിട്ടോളാം, പക്ഷെ ഇനി നീ ഇതൊരിക്കലും ആവർത്തിക്കരുത്. പേടിച്ചു പോകുന്ന പെണ്ണ് നോക്കി പറയും. ഇപ്പോ ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത്. ദോക്കിയെ തെറ്റിദ്ധരിച്ച ആ ടീച്ചറാണെങ്കിൽ ഇവനോട് ഇപ്പൊ ക്ഷമ ചോദിക്കുവാണ്. അവിടെ കിടന്ന് അടാർ അഭിനയമാണ് ദോക്കിയും കാഴ്ചവെക്കുന്നത്. എന്തായാലും പാക് സിംഗിനും കൂട്ടർക്ക് മനസ്സിലായി അടപടലം മൂഞ്ചിയെന്ന്. ക്ലാസ് വിട്ട് വരുമ്പോഴാണ് ഇവർ ആ കാഴ്ച കാണുന്നത്. ഇന്ന് രാവിലെ ഇവർക്ക് സിഗരറ്റ് കൊടുത്ത ഗ്രാൻഡ് പേ പോലീസ് വെക്കുന്നത്. പുള്ളി സൈഡ് ബിസിനസ് ആയിട്ട് ഈ കഞ്ചാവ് വിൽക്കുന്നുണ്ടായിരുന്നു. ഇതെന്തായാലും നീ ഒറ്റയ്ക്ക് ചെയ്യാൻ വഴിയില്ല, ആരാ നിന്റെ കൂട്ടരെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ ഗ്രാൻഡ് പേ ആണെങ്കിൽ നേരെ ഇവന്മാരെ ചൂണ്ടിക്കാണിക്കും. മൂന്നും സ്പോട്ടിൽ നിന്ന് തന്നെ ജീവനും കൊണ്ടോടും. ആ ഗ്രാൻഡ് പേ ആയിട്ട് വേഷം മാറിയത് സംജോളും പോലീസുകാര് ചോയും പാക്ജിനുമായിരുന്നു. ഇവിടെ പാക് സിംഗും കൂട്ടരും കൂടെ നേരെ ഒരു മലമുകളിലേക്ക് വന്നു. രാവിലെ ഇവർ വാങ്ങിയ സിഗരറ്റ് ഇല്ലേ അത് അവിടെ കുഴി കുത്തി മൂടുവാണ്. ഇനി ഇതിന്റെ പേരിൽ തങ്ങളുടെ വിലക്ക് പോലീസുകാർ വരാണ്ടിരിക്കുക. കെട്ടാകുമ്പോൾ രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പാക് സിംഗ് എല്ലാ സ്റ്റുഡൻസിനോടും നമ്മുടെ സാറ് വന്ന് എന്ത് പറഞ്ഞാലും അതൊന്നും കേൾക്കാൻ പാടില്ല, പുള്ളി മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യണം, ആരെങ്കിലും ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയുമെന്നും പറഞ്ഞ് അവിടെ ഉള്ളവരെല്ലാം പേടിപ്പിച്ചു വെക്കുകയാണ്. ഇപ്പൊ ദോക്കി ക്ലാസ്സിലോട്ട് വരുമ്പോൾ ആരും ഇവനോട് പ്രത്യേകിച്ച് മിണ്ടുന്നൊന്നുമില്ല. ഗെയിമും കളിച്ചൊരു കൂസലുള്ളാണ് പാക് സിംഗ് ഇരിക്കുന്നത്. നിങ്ങൾ ഇനി കുറച്ച് നാളും കൂടിയല്ലേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് ഓവർ ഷോ ഓഫ് വേണ്ടെന്നൊക്കെ പറഞ്ഞു ദോക്കി അതൊന്നും കാര്യമാക്കില്ല. അവൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ സ്ക്രീൻ കണക്ട് ചെയ്ത് ഡോക്കി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടിവിയിൽ പ്ലേ ആവുന്നത് ഇന്നലെ ഇവന്മാര് മൂന്നും കൂടെ മലമുകളിൽ സിഗരറ്റ് കുഴിച്ചു മൂടുന്ന ദൃശ്യമാണ്. അത് കാണുന്നത് മൂന്നെണ്ണത്തിന്റെയും കിളിയോ. പെട്ടെന്ന് ദോക്കിയാണെങ്കിൽ അയ്യോ ഇങ്ങനെ വന്നു, സ്ക്രീൻ ഓഫ് ആക്കി വെക്കും. ക്ലാസ് കഴിഞ്ഞു പോകുന്ന ദോക്കിയുടെ അടുത്തേക്ക് ഇവർ വന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞാനും ഷോക്കായി പോയി, പക്ഷെ പേടിക്കണ്ട, മറ്റാർക്കൊന്നും മനസ്സിലായിട്ടില്ല. ആ മലമുകള് നല്ല ഭംഗിയല്ലേ കാണാൻ. അവിടെ വന്ന് ഫോട്ടോയും വീഡിയോയും എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ നിങ്ങളുടെ വീഡിയോ വിട്ടുപോയത്. പക്ഷെ പേടിക്കണ്ട, ഇതൊക്കെ ഞാൻ മാത്രം അറിയും, വേറെ ആരും ഇത് അറിയാൻ പോകുന്നില്ല. നിങ്ങൾ കഞ്ചാവ് ഒളിപ്പിച്ചു എന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ പോലീസിലൊന്നും ഒറ്റിക്കൊടുക്കാൻ പോകുന്നില്ല, പേടിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പവും വരില്ല എന്നും പറഞ്ഞ് ദോക്കി പോകുമ്പോഴേ പെട്ടു എന്ന് ഇവർക്ക് മനസ്സിലാവും. നേരെ ഇവന്മാരെ മലമുകളിൽ വന്ന സിഗരറ്റ് കുഴിച്ചു മൂടിയ സ്ഥലം നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ ആ സാധനമില്ല. അവിടെ മൊത്തം കുഴി മാന്തി നോക്കിയിട്ട് മോർക്കത് കിട്ടുന്നില്ല. ഈ സമയം ഇപ്പൊ പാക് സിംഗിനെ ദോക്കി വിളിച്ച് ശരിക്കും ഞാനിപ്പോ ചെയ്യുന്നത് ഒരു മോശം പ്രവൃത്തിയാണ്. കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചതിന് നിങ്ങളെ പോലീസിൽ പിടിച്ചു കൊടുത്താലാണ് ഞാൻ സമൂഹത്തിലെ ഒരു നല്ല വ്യക്തിയായിട്ട് മാറുക. അതുകൊണ്ട് ഞാൻ അതങ്ങ് പോലീസിൽ ഏൽപ്പിച്ചു. പക്ഷെ പേടിക്കണ്ട, അവരെന്നോട് തലങ്ങും വിലങ്ങും ചോദിച്ചിട്ടും നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ ആ മലമുകളിൽ കുഴി മാന്തിക്കൊണ്ടിരിക്കുകയൊന്നും അല്ലല്ലോ അല്ലേ. ഇവന്മാർക്ക് എന്താ ശരിക്കും ഇവന്റെ പ്ലാൻ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, തങ്ങളെ വിചാരിച്ച പോലെ ഒരാളല്ല പുള്ളിയെന്ന്. കെട്ടാകുമ്പോൾ രാവിലെ ക്ലാസ്സിൽ വരുന്ന ദോക്കിയാണെങ്കിൽ പാക് സിംഗിന്റെ അടുത്ത് പൈസ കൊടുത്ത് വല്ലാത്തൊരു ക്ഷീണം, നീ പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ടുപോവാ. എന്നിട്ട് അടുത്ത് പോയി സ്വകാര്യത്തിൽ കഞ്ചാവ് വാങ്ങാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, എന്താ വാങ്ങില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവന് വേറെ വഴിയില്ല, അവൻ അത് വാങ്ങാൻ പോകും. ഇയാളെ ഇനിയും ഇങ്ങനെ വിടാൻ പാടില്ല, എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പാക് സിംഗും കൂട്ടരും തീരുമാനിക്കും. ശേഷം നേരെ പാക് സിംഗിന്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഇവര് കാണുന്ന കാഴ്ച ദോക്കി പാക് സിംഗിന്റെ അച്ഛനുമായിട്ടിരുന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പാക് സിംഗിന് അവന്റെ അച്ഛനെ പേടിയാണ്. അവന്റെ അച്ഛനാണെങ്കിൽ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ.
ഇപ്പോൾ ഇവരുടെ കൂടെ ഇവരുടെ റൂമിലേക്ക് ചെന്ന് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. ഏതാണ്ട് നിങ്ങൾ ഒരാൾ വെച്ച് $1500 തരണം. ഞങ്ങളുടെ അടുത്ത് നിന്ന് എവിടുന്ന പൈസ എന്ന് ചോദിക്കുന്ന ഇവരോട് ഞാൻ നിങ്ങളോട് ഡ്രഗ്സ് ഒന്നും ചോദിച്ചില്ലല്ലോ, കുറച്ച് പൈസയല്ലേ, പോലീസിനോട് ഞാൻ ഒന്നും പറയാത്തതിന്റെ പ്രത്യുപകാരമായിട്ട് തന്നാൽ മതി. ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കൊടുക്കാന്ന് പാക് സിംഗ് സമ്മതിക്കും. കെട്ടാകുമ്പോൾ ദോക്കി നേരെ ജങ്മിന്റെ അടുത്തേക്ക് വന്ന് നീ നാളെ തൊട്ട് സ്കൂളിലേക്ക് വരണം, ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പോൾ എന്റെ ക്ലാസ് ആറിനെ പോലെയാണ് സംസാരിക്കുന്നതെന്ന് പറയുവാണെങ്കിൽ ഞാൻ തന്നെയാണ് നിന്റെ ക്ലാസ് ആറ് കുറച്ച് നാളേക്ക്. അങ്ങനെ ഇപ്പോൾ ദോക്കി വാങ്ങി വെച്ച ഫുഡും അവന് കൊടുത്ത് അവൻ അവിടെ നിന്ന് പോകും. ജങ്മിൻ ഇതും കൊണ്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് വന്ന് കട പൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് രണ്ടാളും കൂടെ വീട്ടിലോട്ട് ഒരുമിച്ച് പോവാണ്. ഇവന് ഭയങ്കര സങ്കടമാണ്, താൻ കാരണമാണല്ലോ തന്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്നിട്ട് തനിക്ക് ഒന്നും തിരിച്ചു ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. രാത്രി കിടക്കുന്ന സമയം ഇവൻ ഇതെല്ലാം ആലോചിച്ച് കരയുന്നുണ്ട്. ഇതൊന്നും ഇവന്റെ അമ്മയ്ക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ഇവൻ കരയുകയാണെന്നും ഇവന് എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന കാര്യവും ഇവൻ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കെട്ടാകുമ്പോൾ ഇപ്പൊ പാക് സിംഗ് തനിക്ക് പരിചയമുള്ള കുറച്ച് ഗുണ്ടകളെ വിളിച്ചു വരുത്തി അവർക്ക് ദോക്കിയെ കാണിച്ചു കൊടുക്കുവാണ്. എന്നാൽ പാവങ്ങൾക്ക് ദോക്കിയെ വലിയ പരിചയമില്ല. ആ എല്ലാത്തിനെയും ദോക്കി നിഷ്പ്രയാസം അടിച്ചു വീഴ്ത്തും. ഈ കാഴ്ച കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് പാക് സിംഗ് കൂട്ടരും. ഇപ്പൊ ദോക്കിയാണെങ്കിൽ പാക് സിംഗിന്റെ അടുത്തേക്ക് വരുമ്പോൾ അടുത്തേക്ക് വരണ്ട ഞാൻ ചാടൂന്നും പറഞ്ഞ് നിൽക്കുവാണ് അവൻ. അതിനെന്താ ഞാൻ ഹെൽപ്പ് ചെയ്യാലോ എന്നും പറഞ്ഞ് ഇവനെ ചവിട്ട് നിലത്തേക്കിടും. ഈ കാഴ്ച കണ്ട് പേടിച്ചു പോകുന്ന രണ്ടെണ്ണവും ഇപ്പോൾ ദോക്കിയുടെ കാലിൽ വീണ് ക്ഷമ ചോദിക്കുവാണ്. ഞങ്ങളെ കൊല്ലല്ലേ എന്നും പറഞ്ഞ് ഇവർക്ക് ദോക്കി ഇപ്പോൾ ഒരു പണി ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദോക്കിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടുപേരും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി തങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ മോശം പ്രവൃത്തികളും തെളിവ് സഹിതം പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ജയിലിൽ പിടിച്ചിടാൻ വേണ്ടി പറയുവാണ് അവർ. പോലീസുകാരനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇവർക്ക് എന്താ ശരിക്കും പ്രശ്നമെന്നുള്ള രീതിയിലാണ് അയാൾ. നിങ്ങൾക്ക് പാക് സിംഗിന്റെ ബോഡി കിട്ടിയോന്ന് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇതേസമയം പാക് സിംഗിനെ ഒരു ബേക്കറി കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുവായിരുന്നു ദോക്കി. അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ദോക്കിയും കൂട്ടരും സെറ്റപ്പ് ആക്കിയതിലേക്കാണ് പാക് സിംഗ് ശരിക്കും വന്ന് വീണത്. ഇപ്പൊ ഇവൻ ദോക്കി അടിച്ച് പഞ്ചതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഗുണ്ടയില്ലേ, പുള്ളി പാക് സിംഗിന്റെ ഒരു അങ്കിളാണ്. ഈ അങ്കിൾ ഇപ്പൊ ഇവനെ വിളിച്ച് ഇനി മേലാ നീ എന്നെ വിളിച്ചു വരുത്, മര്യാദയ്ക്ക് ഇപ്പൊ സാധ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് നിൽക്കാൻ നോക്ക്. പാക് സിംഗ് ഓക്കെ പറയും. ഇപ്പൊ ദോക്കിയാണെങ്കിൽ അവനോട് അവിടെയുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാൻ വേണ്ടി പറയുവാണ്. എന്നാൽ അവന്റെ കൈയാണെങ്കിൽ കെട്ടിവെച്ചിരിക്കുവാണ്. നീ ഇപ്പൊ ഈ കഴിക്കാൻ പോകുന്നതെല്ലാം ജങ്മിന്റെയാ, നിനക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം നീ അത് പൈസയായിട്ട് തരണം. നിങ്ങൾക്കെല്ലാം കുറെ ജങ്മീൻ വാങ്ങി തന്നിട്ടില്ലേ, ഇതവന്റെ അവസാനത്തെ ട്രീറ്റ് ആയിട്ട് കണ്ടാൽ മതി. ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്ന ഇവനോട് ഒരു പാർട്ട് ടൈം വർക്കിന്റെ പേപ്പർ കാണിച്ചു കൊടുത്ത് ക്ലാസ് കഴിഞ്ഞ് നീ ഇവിടെ വന്ന് വർക്ക് ചെയ്യണമെന്ന് പറയും. നീ നന്നായിട്ട് വർക്ക് ചെയ്താൽ നിനക്ക് മിലിറ്ററി സർവീസിന് പോകുന്നതിന് മുമ്പ് എന്റെ കടം തന്നു തീർക്കാൻ കഴിയും. പക്ഷേ അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നുകൂടെ കാണേണ്ടി വരും. നീ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഉപദ്രവിച്ച കുട്ടികളെ കുറിച്ച്. അവരും ഇതുപോലെയല്ലേ അനുഭവിച്ചിട്ടുണ്ടാവുക. അവസാനമായിട്ടൊരു കേക്കും കൂടെ അവന്റെ മുന്നിലേക്ക് എടുത്തു വെച്ച് ഇവന്റെ പുതിയ ജീവിതത്തിന് വേണ്ടി ഒരു കൺഗ്രാറ്റ്സും പറഞ്ഞ് ദോക്കി അവിടെ നിന്ന് പോകും. നിവൃത്തിയില്ലാതെ അവിടെയുള്ള ഓരോ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാക് സിംഗ്. അങ്ങനെ ഇപ്പോൾ ഇവരുടെ മിഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ദോക്കി ജങ്മിന് തങ്ങളുടെ ബില്ല് കാണിച്ചു കൊടുക്കും. അത് അത്യാവശ്യം വലിയൊരു തുകയാണ്. ജങ്മിനാണെങ്കിൽ ഇവർ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഒരു ടാക്സിയും ഫ്രീ അല്ല, പ്രത്യേകിച്ച് ഡിലക്സ് ടാക്സി. പേടിക്കണ്ട, പതുക്കെ പതുക്കെ തന്നു തീർത്താൽ മതി. ഓരോ വട്ടം നീ പേയ്മെന്റ് തരുമ്പോഴും നീ വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ അമ്മയെ നന്നായിട്ട് നോക്കണം. ഇവൻ ചെയ്ത എല്ലാ ഉപകാരത്തിനും ജങ്മിൻ ഇവനോട് നന്ദി പറയും. കെട്ടാകുമ്പോൾ ജങ്മിന്റെ അമ്മയുടെ ഷോപ്പിലേക്ക് വന്നിരിക്കുവാണ് സഞ്ജുൾ. തന്റെ കാർഡ് കാണിച്ചു കൊടുത്ത് ഞങ്ങളുടെ ഫൗണ്ടേഷൻ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിന്റെ വിന്നറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജങ്മിനാണ്. അതുകൊണ്ട് അവൻ ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിലോട്ട് കയറുമ്പോൾ ട്യൂഷൻ ഫീസ് ഉൾപ്പെടെ അവന്റെ മൊത്തം പൈസയും ഞങ്ങൾ വഹിച്ചോളാം. അതുകൊണ്ട് അവനോട് നന്നായിട്ട് പഠിക്കാൻ പറയണം. ജങ്മിന്റെ അമ്മയ്ക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷമാവും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജങ്മിൻ സ്കൂളിലേക്ക് പോകും. ഇവനെ പോലെ തന്നെ പാക് സിംഗ് ഉപദ്രവിച്ച മറ്റൊരു ചെറുക്കനില്ല അവിടെ. ജങ്മിനെ കാണുന്നതും അവൻ വന്ന് ഇവനോട് കൂട്ടാവുകയാണ്. കാരണം ഇപ്പൊ പേടിക്കാൻ പാക് സിംഗും കൂട്ടരുമില്ലല്ലോ. അങ്ങനെ ജങ്മിന്റെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് മാറി. കെട്ടാകുമ്പോൾ ഇവിടെ സംഗ്മി എന്തോ ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ തന്റെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്. ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ സഞ്ജുൾ ഇതറിഞ്ഞ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അതിന് നമ്മൾ പുള്ളിയുടെ സ്വന്തക്കാരൊന്നുമല്ലല്ലോ, ജസ്റ്റ് പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് ചെയ്യുന്നതേ ഉള്ളൂ. എന്തായാലും നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്ക്. കുറച്ച് ജീവനുള്ളതിനെ എടുത്തു വെച്ചോ, ഉടനെ ആവശ്യം വരും. ദോക്കിയും കൂട്ടരും പ്രതികാരം വീട്ടുന്ന ഓരോ ക്രിമിനൽസും ഈ സംഗ്മിയുടെ കസ്റ്റഡിയിൽ ചെറിയ ജയിലിലായിട്ട് കിടക്കുന്നുണ്ട്. കെട്ടാകുമ്പോൾ ജിന്നും സഞ്ജുളും കൂടെ ഒരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ജിന്ന് ഹനയും സഞ്ജുള ദോക്കിയും കൂട്ടിയാണ് വരുന്നത്. സഞ്ജുള ദോക്കി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇതേസമയം വീട്ടില് ഗോയിൻ ഇങ്ങനെ എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത് കാണും. ഇവളുടെ മനസ്സിലേക്ക് ഇവൾ ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ നടന്നു പോകുന്നതും പിന്നെ എന്തോ സംഭവിക്കുന്നതിന്റെയൊക്കെ ഓർമ്മകൾ വരുന്നുണ്ട്. ആ പെൺകുട്ടി അവളുടെ ചേച്ചിയാണെന്നാണ് തോന്നുന്നത്. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, നീ ഭക്ഷണം കഴിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം എന്നും പറഞ്ഞ് ചേച്ചിയുടെ പേരിൽ ഒരു മെസ്സേജ് അയക്കും. അതായത് യഥാർത്ഥത്തിൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന മെസ്സേജ് അല്ല, പകരം ഒരു ഡയറി പോലെ എന്തോന്നു. ഇതേ സമയം ഇവിടെ സംഗ്മിയാണെങ്കിൽ കുറച്ച് പെൺകുട്ടികളെയും കൊണ്ട് ഒരിടത്തേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മറന്നു കളഞ്ഞേക്കണം. ഇവിടുത്തെ ഒരു ഓർമ്മയും പിന്നെ പാടില്ല. നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം എന്നൊക്കെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഗ്മി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇവൾ ഈ പെൺകുട്ടികളെയും കൊണ്ട് വന്നിട്ടുള്ളത് ഏതൊരു ചെയർമാനെ കാണാനാണ്. ഈ പെൺകുട്ടികളെ മാത്രമല്ല, വിഭവസമൃദ്ധമായ ഭക്ഷണവും അയാൾക്ക് വേണ്ടി ഇവൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇവര് തമ്മിൽ എന്താണ് പാർട്ണർഷിപ്പ് എന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ റെസ്റ്റോറന്റിൽ ഡ്രിങ്ക്സ് കഴിച്ച് ബോധം പോകുന്ന ജിന്നിനെ വീട്ടിലോട്ട് കൊണ്ടുപോകുകയാണ് സഞ്ജു. ഹനയെ ദോക്കി ഏൽപ്പിച്ചിട്ടാണ് പുള്ളി പോകുന്നത്.
ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാന്നും പറഞ്ഞ് ദോക്കി ടാക്സിയുടെ അടുത്തേക്ക് പോകുന്ന സമയം ഇപ്പൊ പുറത്തായിട്ട് കുറെ പോലീസുകാരെ കാണാം. ആ പോലീസുകാരൻ വണ്ടികൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വിസിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ ശബ്ദം കേൾക്കുന്നതും എന്തൊക്കെയോ പണ്ടത്തെ ഓർമ്മകൾ വരുവാണ് ദോക്കിക്ക്. ആ ശബ്ദം അവന് വല്ലാണ്ട് അസഹനീയമായി മാറുമ്പോൾ ബോധം പോയി നിലത്തേക്ക് വീഴുവാണ് ദോക്കി. ഹന പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇവനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇവന്റെ ദേഹത്തായിട്ട് ഒരുപാട് ബുള്ളറ്റ്സ് കയറിയ പാടുണ്ട്. പുള്ളി സോൾജർ എങ്ങാനുമായിരുന്നു, എന്നാലും ഇത്രയും ബുള്ളറ്റിന്റെ പാട് എങ്ങനെ വരാനാണ് എന്നിങ്ങനെ അവനെ ട്രീറ്റ് ചെയ്യുന്ന ആളെ ചോദിക്കുമ്പോൾ സംശയത്തിൽ തന്നെയാണ് ഹനയും. ഇപ്പൊ നമുക്ക് ദോക്കിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. മിലിറ്ററിയിൽ നിന്ന് തിരിച്ചു വരുന്ന ദോക്കി വീട്ടിൽ വന്ന് അമ്മയെ വിളിക്കുവാണ്. എന്നെത്ര വിളിച്ചിട്ടും അമ്മ കേൾക്കാത്തതുകൊണ്ട് അവൻ അകത്തേക്ക് പോകും. അവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചതിന്റെ വിസിൽ അടിക്കുന്ന ശബ്ദം കേൾക്കാം. അതിന്റെ തൊട്ടടുത്തായിട്ട് അവന്റെ അമ്മ കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് കണ്ട് ദോക്കിയാകെ മരവിച്ചു പോവാണ്. കൂടാതെ സ്റ്റവിലിരിക്കുന്ന ആ ഒരു തിളപ്പിച്ച വെള്ളത്തിന്റെ വിസിലടി ശബ്ദവും അത് പിന്നീട് ദോക്കിക്ക് ഒരു ട്രോമയായിട്ട് മാറിയതാണ്. ഫ്ലാഷ് ബാക്ക് കട്ടാകുമ്പോൾ ഹനയുടെ അസിസ്റ്റന്റിന് ഒരു കോള് വരുന്നുണ്ട്. ആ കോള് ചെയ്യുന്ന ആള് എന്തോ ഒരു ടിപ്പ് തരാനുണ്ടെന്നാണ് പറയുന്നത്. ഏതോ ഒരു സ്കൈ ഡ്രാഗൺ ഡ്രോൺ സൊസൈറ്റിയുടെ കാര്യവും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ ഹനയാണെങ്കിൽ ദോക്കി നോക്കി ഇവന്റെ ദേഹത്ത് എങ്ങനെ ഇത്ര മുറിവുകൾ വന്നു എന്നൊക്കെയുള്ള സംശയത്തിൽ നിൽക്കുമ്പോൾ ഇവളുടെ അസിസ്റ്റന്റ് കോൾ ചെയ്ത് ആ ഡിലക്സ് ടാക്സി പിന്നെയും വന്നു. എന്നെ ഇപ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞതാണെന്ന് പറയും. ഇത് കേട്ട് ഇവൾ ഇങ്ങനെ ഒരു സംശയത്തിൽ ദോക്കിയെ നോക്കുന്നത് കാണാം. ഈ ഒരു സീനും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. എന്തായിരിക്കും ആ ആളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അതുപോലെ ഈ സംഗമിയായിട്ട് ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ എന്തൊക്കെയായിരിക്കും? ഗോയിനിന്റെ ചേച്ചിക്ക് സംഭവിച്ചത് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളായിട്ട് കാണാം.